അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഗുണ്ടൽപേട്ടിലെ ഉൾഗ്രാമങ്ങളുടെ വളരെ മനോഹരമായ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്നലെ എടുത്ത റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പം മദ്ദൂർ എന്ന ഗ്രാമത്തിലേക്കാണ് തിരിക്കുന്നത്. ഗുണ്ടൽപേട്ട് താലൂക്കിൽ ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ നമ്മൾ സുൽത്താൻ ബത്തേരിയൊക്കെ പോകുന്ന റൂട്ടിൽ ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മദ്ദൂർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നല്ലൊരു കാഴ്ച കണ്ടിട്ട് തന്നെ ഈ ഒരു വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന് ആരംഭിച്ചിട്ട് ബന്ദിപ്പൂർ മുത്തങ്ങ വഴി നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഫോറസ്റ്റാണ് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റായ ഈ ഫോറസ്റ്റിൻ്റെ അതിർത്തിയോട് ചേർന്നാണ് ഈ മദ്ദൂർ എന്ന ഗ്രാമം ഉള്ളത് കേട്ടോ. അതങ്ങനെ നേരെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുൽത്താൻ ബത്തേരിക്ക് എത്താം. അപ്പോൾ ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ഗുണ്ടൽപേട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാം. അത് കാണാനായിട്ട് തന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങുന്നുണ്ട്. കുറേ പേരൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ മെയിൻ റോഡിൽ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഈ സൂര്യകാന്തി പാടത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ 20 രൂപ കൊടുക്കണം. അതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. അതൊക്കെ സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. സൂര്യനോട് ഇങ്ങനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത് കേട്ടോ. ഓ, ഇവിടുന്ന് പറിക്കാമോ ഇതൊക്കെ? ഇല്ല. ആ, ഞാൻ പൈസ കൊടുക്കട്ടെ. പൈസ കൊടുത്തില്ല. എത്ര എണ്ണ? ആയിക്കോട്ടെ. ശരി ശരി. ഇത് ചേട്ടൻ്റെ ആണ് തോട്ടം? ഇതെന്തോരം ഉണ്ട് മൊത്തം? ഈ ഭാഗത്ത് ഇത്ര മാത്രമേ ഉള്ളോ? ഇതിങ്ങനെ ചെടി. ഓക്കെ. നമുക്കെന്തായാലും ഒന്ന് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി പൂ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത്രയും ഒരു ചെടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്ര ഒരു തോട്ടം ആദ്യമായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി ഇത് അറിയാലോ, സൂര്യകാന്തി പൂ ഈ പൂവിന് വേണ്ടിയിട്ട് വളർത്തുന്നതല്ല. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടല്ലോ ഈ പോർഷൻ മൊത്തം സീഡാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് സൺഫ്ലവർ ഓയിലൊക്കെ എണ്ണയാട്ടിയെടുക്കുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം കറക്റ്റ് ആ ഒരു സൂര്യൻ എവിടെയാണോ അങ്ങോട്ട് ഫേസ് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിന് സൂര്യകാന്തി പൂ അല്ലെങ്കിൽ സൺഫ്ലവർ എന്നൊക്കെ പറയുന്നത്. എന്തായിരിക്കും അതിൻ്റെ ഒരു സയൻസ് എന്തായിരിക്കും? കണ്ടോ, എല്ലാം അങ്ങോട്ടാണ് ചെരുവ് വരുന്നത്. ഇതൊക്കെ അതിലൊരു പൊടിയുണ്ട്. ആ പൊടി മൊത്തം കണ്ടോ ഡ്രസ്സിലയക്കുന്നത് ഇങ്ങനെ മഞ്ഞൾപ്പൊടി പോലെ. ചേട്ടൻ മലയാളിയാണോ? ആ, ജൂൺ ജൂലൈയിലാണ് ഇത് അല്ലേ ജാസ്തിയായിട്ട് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വാടമല്ലി, ചെട്ടിപ്പൂവ്. ഇവിടെ ഗുണ്ടൽപേട്ടിലെ ഏറ്റവും പേര് കേട്ടാണ് നമ്മുടെ ജമന്തിപ്പൂ കൃഷി അല്ലേ? ഓണത്തിന് ആയിട്ട് വിൽക്കാനായിട്ട് അവർ എല്ലാം ചെയ്യും. ഓണത്തിനായിട്ട്. ചേട്ടന് ബന്ദിപ്പൂവിന്റെ കൃഷി ഉണ്ടോ ഇവിടെ? കൃഷിയുണ്ട്. ഇത് ഈ പൂവേ ഇത് നട്ട് കഴിഞ്ഞാൽ എത്ര നാളെടുക്കും ഇങ്ങനെ പൂവായിട്ട്? അത് 15 ദിവസം നിൽക്കുള്ളൂ. അപ്പൊ അത് ഇതിന്റെ എണ്ണ എടുക്കില്ലേ? ലാസ്റ്റിൽ എണ്ണ എടുക്കണം. ഇതെപ്പോഴാ പറിക്കുന്ന പൂവ്? പൂവെല്ലാം ഉണങ്ങിട്ട് എന്നിട്ടാണ് നമ്മൾ എണ്ണ എടുക്കുക. ഓക്കെ, നന്നായിട്ട് ഉണങ്ങണം അല്ലേ? എത്ര നാൾ കൊണ്ട് ഇത് ഈ പൂ ഉണ്ടായി ഉണങ്ങാനായിട്ട് എത്ര നാളെടുക്കും? 2 മാസം വേണം. 2 മാസം കൊണ്ട് ഉണങ്ങി ഇത് പറിച്ച് എണ്ണ എടുക്കാം അല്ലേ? എണ്ണ എടുക്കാം. ഒത്തിരി തോട്ടങ്ങളുണ്ട് ഇവിടെ അല്ലേ? കുറേ തോട്ടമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ജമന്തി പൂക്കളൊക്കെ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ ജൂലൈയിൽ. നമ്മുടെ നാട്ടിലെ ഓണമൊക്കെ വരുമ്പോഴത്തേനും വിളവെടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഗുണ്ടൽപേട്ട് മൊത്തം എന്താ പറയുക, ഒരു ഇങ്ങനെ ആ പൂക്കൾ ഇങ്ങനെ മൊത്തം ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും കേട്ടോ. ചേട്ടൻ എത്ര ഏക്കറിലുണ്ട് ഈ സൂര്യകാന്തി പൂവിന്റെ കൃഷി? 2 ഏക്കർ 1 ഏക്കർ സ്ഥലത്തിലുണ്ട്. ഉണ്ടല്ലേ? വേറെ ഉണ്ടോ? ഇതല്ലാതെ വേറെ കൃഷിയുണ്ടോ? വേറെ മഞ്ഞള്, പിന്നെ മുളക് എല്ലാം ഉണ്ട്. ബീൻസ്, തക്കാളി. ഈ മദ്ദൂരിൽ ചെറിയ ഉള്ളി നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ചെറിയവർ ചെയ്യാത്തവർ വേറെ കൃഷി. ഞാൻ വന്ന വഴിക്ക് തന്നെ പാടം കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നേരെ പേരൊക്കെ വരുന്നുണ്ടോ ഇത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ? കേരളക്കാരാണ്, ടൂറിസ്റ്റുകാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വരുമാനമായി. അതെ. അതാണ് വരുമാനം. നമുക്ക് വേറെ ഇതിൽ ഒന്നും ഇല്ല. ലാഭം കുറവാണോ? ലാഭം കുറവാണ്. ഈ ഫോട്ടോക്കാസ് മാത്രമേ നമുക്ക് ലാഭം ഉള്ളൂ. അപ്പൊ നല്ല കാര്യം. അങ്ങനെ ആളുകൾ വന്ന് നമുക്ക് മെച്ചം കിട്ടണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് പല ഇടങ്ങളിലായിട്ട് സൂര്യകാന്തി പാടങ്ങൾ കാണാം. ഉണ്ടല്ലേ? അവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതൊരു വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയൊക്കെ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാം.
നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ എന്നോ കണ്ടു മറന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പഴയ കാലം ഓർമ്മിപ്പിക്കുന്ന വിധം കാള പൂട്ടുന്നത് നമുക്കിവിടെ ഇപ്പോഴും കാണാം. കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോയാലും നമുക്ക് ഇപ്പോഴും കാള പൂട്ടുന്നത് കാണാൻ സാധിക്കും. ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യൻ പണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിൽ മൃഗങ്ങളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം ചക്രങ്ങളുടെ ഒരു കണ്ടുപിടുത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കാള വണ്ടികൾ വന്നു. പിന്നെ മുന്നോട്ട് വലിയൊരു ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ടല്ലേ. ഈ ഒരു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ടെക്നോളജി എന്തോരം വളർന്നു എന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ട്രാക്ടർ പോലെയുള്ള മെഷീനുകളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇപ്പോഴും കാളപൂട്ടലുകളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരി ടൈം എടുക്കും. ട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ സമയം വെച്ച് നോക്കുന്നതിനും നിസ്സാര ടൈം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. കാളകളെ വെച്ച് പൂട്ടുമ്പോഴത്തേനും അധികം ടൈം വേണം, പിന്നെ ചിലവ് കുറവാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും കാളപൂട്ടലുകളൊക്കെ ഇവർ തുടർന്ന് പോകുന്നത് കേട്ടോ. ഇവിടെ എന്ത് നടാനാ? ബീൻസ്. ഓക്കെ ബീൻസ് നടാൻ വേണ്ടിയിട്ട് നിലമൊരുക്കുന്നതാണ് കേട്ടോ. ആ കാളകളുടെ വായ മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ തിന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ. കർണാടകയിലെ ഗ്രാമങ്ങൾക്ക് പൊതുവെ ഹള്ളി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ചെറിയൊരു വഴിയാണിത്. ഒരുപാട് ഹള്ളികളുണ്ടായിരിക്കും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടോ. ഇവിടെ കൂടുതൽ നമുക്ക് കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഉഴുതു മറിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളും വെറുതെ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ ഓരോ സീസണിൽ ഓരോ ടൈപ്പ് കൃഷികൾ ഇറക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളുടെയൊക്കെ നടുവിലായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ നമുക്ക് കാണാം. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ചെറിയ കുടിലുകൾ, ഓല മേഞ്ഞതും തകര ഷീറ്റൊക്കെ മേഞ്ഞതുമായിട്ടുള്ള കുടിലുകൾ കാണാം. അതിൻ്റെയൊക്കെ മുന്നിൽ കാലികൾ ഉറപ്പായിട്ടും ഉണ്ടാവും, കണ്ടില്ലേ. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ചോളത്തിൻ്റെ തണ്ടും ഇലയൊക്കെയാണ്. ഇവിടെയും ചോളമൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ നീരല്ലേ എന്ത് വെറുതെ? ബോർ. ഓക്കെ കുഴൽക്കിണർ കുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഈ കൃഷിയിടത്തോട് ചേർന്ന് ഒരു ഷെഡ് കാണാം. അവർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഇല്ല, ബോർ മാത്രം. ബോർ മാത്രമേ ഉള്ളൂ. അവർക്ക് വെള്ളത്തിന് ഏക ആശ്രയം അതാണേ. കാരണം എന്തോ ഒരു ഏരിയ നോക്കി. അപ്പോൾ അത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യമല്ല. ഇവിടെ ഡാമോ കനാലുകളോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഈ വഴിയരികിൽ കുറച്ച് ഭാഗത്ത് മാത്രം ജമന്തിപ്പൂക്കളുണ്ടേ. ഇതൊന്നും അല്ല കേട്ടോ. ഈ ജമന്തിപ്പൂക്കളുടെ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലൂടെ വരണം. അപ്പോൾ ബന്ദിപ്പൂർ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഈ മധൂറിൽ ഇവിടെയാണ് ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസും അതുപോലെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ മധൂർ എന്ന് പറയുന്നത് ചെറിയൊരു ടൗൺഷിപ്പാണ്. കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 200ഓളം കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വഴി മുന്നോട്ട് പോകും തോറും ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡ് കാണാം. ഓഫീസ് ഓഫ് ദ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബന്ദിപ്പുര ടൈഗർ റിസർവ്, മധൂര് വൈൽഡ് ലൈഫ് റേഞ്ച്. കണ്ടില്ല. അപ്പം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കാര്യാലയവും പിന്നെ ക്വാർട്ടേഴ്സുകളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടേ. അപ്പോൾ ഇതാണ് മധൂരിലെ പോസ്റ്റ് ഓഫീസ്. പഴയൊരു കെട്ടിടത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മധൂര് കർണാടകയുടെ ഒരു അതിർത്തി ഗ്രാമമാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞില്ല ഫോറസ്റ്റായി പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് ಪ್ರವೇಶಿക്കുകയാണ് ಕೇട്ടോ. ಬ್ರೋ ನೀವು ಹೆಸರು? ಪಂಚಾಕ್ಷರಿ. ಇಲ್ಲಿ ಕೆಲಸ ಮಾಡಿದ್ರಾ? ಇಲ್ಲಿ ಪೋಸ್ಟ್ ಆಫೀಸ್ ಪೋಸ್ಟ್ ಮಾಡಿ. ഓക്കെ. ಕರ್ನಾಟಕ. ಬಟ್ ಇಲ್ಲಿ ವರ್ಕ್ ಮಾಡಕ್ಕೆ ಬಂದಿದ್ದೆ. അപ്പോൾ ആ ബ്രോയുടെ ഫസ്റ്റ് ജോബാണ്. ഇവിടെയാണ് ആദ്യം ജോലി കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ കേരളത്തിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞത്. ആൾക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല, ബൈക്ക് ഓടിച്ച് വരണമെന്നാണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞ ലൈസൻസൊക്കെ കിട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ട്, അമ്മ മെസ്സ്. ചേട്ടൻ എവിടെയാ? നാട്ടിലെവിടെയാ? വളാഞ്ചേരിയിൽ. ഓക്കെ. ശരി ശരി. കാവുംപുറത്തല്ലേ? ജനിച്ചത് എവിടെയാണല്ലേ? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു മാസമേ ഉള്ളൂ. ഇവിടെ വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ടോ? അതുണ്ടല്ലേ. ശരി ശരി. പേരെന്താ ചേട്ടൻ്റെ? മധു. വേറെ സഹായത്തിന് ആരൊക്കെ ഉണ്ട്? ഫാമിലി വയ്ക്കോ? ഫാമിലിക്ക് ഇവിടെ തന്നെ തോട്ടൊക്കെ ഉണ്ട്. അതെ അല്ലേ. ശരി. എന്താ കൃഷി ചെയ്തേക്കുന്നേ? വാഴ. വാഴ നല്ല രീതിയിൽ ഇവിടെ ഉണ്ടല്ലേ. അപ്പോഴേ ഇവിടെ മലയാളികൾ വേറെ ഉണ്ടോ? മലയാളികൾക്കുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ 2 ബുക്കിംഗ് ഉണ്ടായിരുന്നു മലയാളീസ്. അതല്ല, ഇവിടെ വീടുകളുള്ളവരുണ്ടോ? സ്ഥലവും വീടുകളൊക്കെ ഉള്ളവർ വേറെ? ഇവിടെ തോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. കാരണം ഇതൊരു അതിർത്തിയാണല്ലോ അല്ലേ നമ്മുടെ കേരളം. മലയാളികളുടെ. അതെ അല്ലേ. ശരി. ഗുണ്ടൽപേട്ട വരെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു ജൂൺ കഴിയുമ്പം വരണം എന്നാട്ടോ.
ജൂൺ മുതൽ ഒരു സെപ്റ്റംബർ വരെ അല്ലേ? ഈ കാണുന്ന ഏരിയ മൊത്തം ജമന്തി പൂക്കളായിരിക്കും അല്ലേ? അവിടെ വരെ പൂവന്നെ. അയ്യോ എൻ്റെ പൊന്നോ. സൂര്യകാന്തി പൂവ് മറ്റേ ആ എല്ലാം ആയിട്ട് അല്ലേ? ആ ഒത്തിരി ടൂറിസ്റ്റുകൾ ആ ഒരു സമയത്ത് ഇവിടെ വരും. നമ്മുടെ കേരളത്തിൽ പെയ്യണ മഴയുടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ആ അതെ അല്ലേ? ഗുണ്ടൽപേട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജമന്തി പൂക്കൾ കൃഷി ചെയ്യുന്നത്. ഗുണ്ടൽപേട്ടിലാണേ. ആ ഇന്ത്യയുടെ ഒരു ഫ്ലവർ പോട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതെ അല്ലേ? ആ ഓണാകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പെയിന്റ് ഉണ്ടാക്കാനാ? അതെ അല്ലേ? ഓ ഇത് വെച്ച് പെയിന്റ് ഉണ്ടാക്കും അല്ലേ? ആ ആ ആ ഓ അതറിയില്ലായിരുന്നു കേട്ടോ. ഇത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കളർ ഉണ്ടല്ലോ ഈ ആ പൂവിന്. ശരിയാണ്. ആ പൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കാളകളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നോക്കി എല്ലി നോക്കിതേ, മന നോക്കിതേ. ആ ഇതിവിടെയൊക്കെ ധാരാളം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. മധൂരിലെ ഗ്രാമീണരൊക്കെ താമസിക്കുന്ന വീടുകളാണ്. ഒരു സൈഡിൽ കൃഷിയിടം. കാളകൾക്ക് കുടമണി കെട്ടിയിട്ടുണ്ടേ. അപ്പോൾ കാളകളുടെ ദേഹത്തുനിന്ന് നുഖം കലപ്പയെല്ലാം അഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇവർക്ക് വിശ്രമമാണ്. തീറ്റയൊക്കെ കൊടുത്തവരെ തണലത്ത് എവിടെയെങ്കിലും കൊണ്ട് കെട്ടും. ഇത് കണ്ടില്ലേ കുടമണി തൂക്കിയിട്ടൊക്കെ നോക്കി. ഒന്നും ചെയ്യില്ല കേട്ടോ. അഴിച്ച് കൂട്ടിലേക്ക് കെട്ടാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് അയാളുടെ വീട്. ഇവിടെ ധാരാളം വീടുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാം. എല്ലാവരും എന്നെ നോക്കുവാണ്. ഞാൻ ക്യാമറയും കൊണ്ട് അണ്ണൻ്റെ പുറകെ ക്യാമറയും നോക്കി കാളകളുടെ പുറകെ എന്നെ കണ്ടിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീട്. അതിൻ്റെ മുന്നിൽ ബോഗൺവില്ല നിറയെ പൂത്ത് വെക്കുന്നുണ്ടല്ലേ. ആ വീട് ശരിക്കും കാണാൻ പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാം. എല്ലാ വീട്ടിലും ഉണ്ടേ കാളയും പശുക്കളും. എതുക്ക് ആ ഓക്കെ. കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടേ ഇങ്ങനെ ഈ കോലിങ്ങനെ നാട്ടി നിർത്താൻ വേണ്ടിയിട്ട് കവുങ്ങിൻ്റെ തടി ഇങ്ങനെ കീറി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇത് ഈ മാട്ടുക്കൊക്കെ കൊടുക്കാനായിട്ട് പുല്ല് സൂക്ഷിച്ചിരിക്കുന്നതാണേ. കണ്ടോ? ഈ പറമ്പിൽ നിൽക്കുന്ന പുല്ലാണ്. ഈ വിളവെടുത്തിട്ട് എന്തോ പയറിൻ്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ വിളവെടുത്തിട്ട് അതിൻ്റെ പുല്ലുകൊണ്ട് അടുക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിന് സമീപത്തായിട്ട് ചോളത്തണ്ടുകളും കാണാം. ബീൻസാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ പാടത്തിൽ കണ്ടില്ല നനയ്ക്കാനായിട്ട് ഓസൊക്കെ പോകണമില്ലേ. ആ കാളകളെ കെട്ടിയേക്കെന്ന് കാണിച്ചു തരാം കേട്ടോ തൊഴുത്ത്. ഞാനതല്ല ഇവരുടെ അണ്ണൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് കയറുന്നത്. ഉണ്ട് അത്യാവശ്യം വലിയൊരു വീടാണ്. ബാക്കിലേക്ക് ഒത്തിരി ലെങ്ത് ഉണ്ട്. ഇതാണ് കാളത്തൊഴുത്ത്. പക്ഷേ അവർ ഇതിൻ്റെ ഇതില്ലല്ലോ, പുറമേ ആയിരിക്കും കെട്ടിരിക്കുന്നത്. ആ പാവങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിലമൊക്കെ എഴുതി വന്നത് ആ ക്ഷീണം കാരണം പുല്ലൊക്കെ കടിച്ചു പറിച്ച് തന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. അല്ല ചോളത്തണ്ട് കൊണ്ട് അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മധൂരിലെ കടകളൊക്കെ ഉള്ളത് കേട്ടോ. കടകളെന്നൊക്കെ പറഞ്ഞാൽ 2 ഹോട്ടലുകളാണ് മെയിനായിട്ടും. അതിൽ നമ്മൾ കയറിയ മതിച്ചേണ്ട ഹോട്ടലും പിന്നെ ഇവിടെ ഇത് മലയാളി ഹോട്ടലാണ്. നാടൻ ഭക്ഷണം ഹോട്ടൽ കുറ്റ്യാടി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം. പിന്നെ 1-2 ചെറിയ കടകൾ, കുറച്ച് ഐറ്റംസൊക്കെ മാത്രം വിൽക്കുന്ന കടകൾ. ബാക്കി കുറച്ച് വീടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല ഏകദേശം 200ഓളം വീടുകൾ മാത്രമുള്ള ചെറിയൊരു ഗ്രാമമാണ് മധൂർ. അപ്പോൾ ഈ റോഡ് സൈഡിൽ മാത്രമല്ല, നമുക്കിങ്ങനെ നോക്കുവാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അവിടെ കണ്ടില്ലേ വലിയ മലയാണ്. ആ മലയുടെയൊക്കെ താഴ്വാരത്ത് ഇങ്ങനെയുള്ള കുഞ്ഞ് വീടുകൾ കേട്ടോ. ഇവർക്ക് കൃഷിയിടത്തിൻ്റെ നടുവിലായിട്ടാണ് അവർക്ക് താമസിക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. വലിയൊരു ഏരിയ തന്നെ ഇവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കി എടുത്തിട്ടുണ്ട്. അത് ഫോറസ്റ്റാണ്. അതിൻ്റെ താഴെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. മധൂർ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഗുണ്ടൽപേട്ട് പോകുന്ന ഡയറക്ഷനിൽ ഈ ഹൈവേ കൂടെ പൊരി വെയിൽ നടന്നു വന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് തണൽ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് എന്തായാലും ഇത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടേ. വലിയൊരു ആൽമരം വളർന്നു നിൽക്കുന്ന കാണാം. അതിൻ്റെ ചുവട്ടിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട്. ഈ പ്രദേശം മൊത്തം തണലേക്ക് എങ്ങനെ നിൽക്കുകയാണ് ആ മരം. ഇവിടുത്തെ ദേവനാരാണ്? ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ. ഇതാരാ? കാക്കവാഹനമായിട്ടുള്ള ദേവനാരാണ്? ശനീശ്വരനാണോ? എന്തായാലും ആ മരം കണ്ടില്ല, അതിങ്ങനെ വളർന്ന്
പന്തലിച്ച് ഇങ്ങനെ ഒരു കുടയൊക്കെ നിവർത്തി വെച്ചേക്കുന്ന പോലെ മൊത്തം ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ തണലേക്ക് നിൽക്കുകയാണ്. ഇത് വേറൊരു മരമാണ്. എന്തായാലും ഈ മരം നിറയെ പൂക്കളാണ്, അതിങ്ങനെ ലൈവായിട്ട് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ പൂക്കൾ ചാടി കിടക്കുന്നത്. എന്തായാലും അല്പസമയം വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി നടക്കുമായിരുന്നു. ഇവിടുത്തെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടോ, നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കാണുന്ന പോലെയുള്ള അമ്പലങ്ങളല്ല. കർണാടകയിലെ അമ്പലങ്ങളുടെ ഒരു ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ മേളിൽ ആ ഒരു ഭാഗം നോക്കി ഒരു മകുടമൊക്കെ നമുക്ക് കാണാം. മോസ്കിനോടൊക്കെ ഒരു ചെറിയ സാദൃശ്യം തോന്നുന്നുണ്ട്. ഇവിടെ കുറേ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ കുറേ ദൈവങ്ങളുടെയൊക്കെ ഉണ്ട്, മുരുകൻ്റെയും ഇതൊക്കെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ കാണാം. അതുപോലെ തന്നെ ആ മെയിൻ അമ്പലത്തിനോട് ചേർന്ന് ചെറിയൊരു അമ്പലം കാണാം കേട്ടോ, ഉപപ്രതിഷ്ഠയൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ ആ മരം കണ്ടില്ല, ആ മരം വളർന്നങ്ങനെ പോയിട്ട് ആ അമ്പലം ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭിത്തിയൊക്കെ ഇങ്ങനെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ കർഷകർ അവർ കുറേ വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ തമിഴ്നാട്ടിലുള്ള പോലെ അങ്ങനെ ഡാമുകളോ കനാലുകളോ ഒന്നുമില്ല കേട്ടോ. തടാകങ്ങളൊക്കെ വളരെ കുറവാണ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. പിന്നെ ഈ മദ്ദൂരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് മധുചേട്ടൻ പറഞ്ഞില്ലേ, മഴ കിട്ടും. കാരണം കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മൃഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി. ഇവിടെ കൃഷിയിടങ്ങളിലേക്ക് മാനുകളൊക്കെ ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കും. അതുപോലെ മയിലുകളുടെ ശല്യമുണ്ട് അങ്ങനെ. കാരണം അതിർത്തിയിൽ ഫോറസ്റ്റ് ആണല്ലോ. ഇവിടെ ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ്, മധുചേട്ടൻ പറഞ്ഞതാണ്. ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോറസ്റ്റുകാരുടെ 2-3 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ആ പുലീനെ പിടിച്ചത് കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നിറയെ കായ വീണ് കിടക്കണാണാവേ. ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്പഴങ്ങയാന്ന് തോന്നും. അമ്പഴങ്ങ അങ്ങനെ കാരക്കയൊക്കെയാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സംഭവം വെച്ചാൽ ഇത് കാഞ്ഞിരത്തിങ്കായാണ്. ഇത് കടിച്ച് കഴിഞ്ഞാൽ വിവരം അറിയും കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ ഇടുക്കി ജില്ലയിൽ അനൂർ ഗ്രാമത്തിൽ പോയപ്പോൾ ഞാനിത് അമ്പഴങ്ങയാണെന്ന് വിചാരിച്ചെടുത്ത് ഒരു കടി കടിച്ചു. എൻ്റെ പൊന്നെ, പിന്നെ നടന്നൊന്നും പറയണ്ട കേട്ടോ. കഴിച്ചിട്ട് എട്ടപാട് തീർന്നു പോയി. എൻ്റെ കയ്പ് പിന്നെ വായിന്ന് മാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മരമാണിത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് കേട്ടോ. അത് നിറയെ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതേ ഒരു രൂപം തന്നെയുണ്ട്, കറക്റ്റ് അങ്ങനെ തന്നെ തോന്നും കേട്ടോ. ഇതിൻ്റെ തൊലി പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് എൻ്റെ പൊന്നെ എന്ത് കാണിച്ചാലും പിന്നെ വായിന്ന് ആ കയ്പ് പോവില്ല. അത്ര മാരകമായിട്ടുള്ള കയ്പ്പാണ്. അപ്പോൾ ഞാൻ തടാകത്തിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അതെ, അങ്ങ് ദൂരെ ഒരു തടാകം കാണാം കേട്ടോ. അതിൻ്റെ പുറകിൽ ആ മലകൾ. ഇതിവിടെ ആയിട്ട് ക്യാബേജ് ആണോ അതെയോ കോളിഫ്ലവർ ആണോ കൃഷി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കോടൊക്കെ ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ സൂര്യകാന്തി ആയിരുന്നു നേരത്തെ, അത് പറിച്ച് കളഞ്ഞിട്ട് അടുത്ത കൃഷി ഇറക്കിയേക്കുന്നതാണ്. പിന്നെ വാഴകൾ കാണാം, ചോളമുണ്ട്. നല്ലൊരു ഏരിയ. ഇവിടെ ഒരു വീട് കാണാം നമുക്ക്. അപ്പോൾ ഇതിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തടാകക്കരയിലേക്ക് എത്താം. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്, അവിടെ ചോദിച്ചു നോക്കാം. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഞാൻ ആ തടാകം ഒന്ന് കാണാനായിട്ട്. ഇതെന്താ ഇത് ഈ പടുതയിൽ മാങ്ങ? ഓ, ഇത് പാലക്കാട് മറ്റേ ഇവിടെ മുതലമടയിൽ നിന്നാണോ? ശരി ശരി. നമ്മുടെ മുതലമടയിൽ നിന്ന്, പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ നിന്ന് കൊണ്ടിരുന്ന മാങ്ങ കണ്ടില്ല, അതിങ്ങനെ ഉണക്കാനായിട്ട് വെച്ചേക്കുന്നത് കണ്ടോ. ഈ മൊത്തം അതിൻ്റെ ഇവിടുന്ന് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഒരുപാട് കാണാം ഉണക്കാനിട്ടേക്കുന്നത്. ഇത് മീനങ്ങാടിക്ക് കൊണ്ടുപോകാനാണോ? ഇവിടെ നോക്കി മാങ്ങ കൊണ്ടുവന്നിട്ട് അത് അരിക്കുന്നതാണ് കേട്ടോ. ഉപ്പിലിട്ട് വയ്ക്കുന്നത് ഇവിടെ തന്നെയാണോ? ഏതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പുഴുങ്ങി വെച്ചേക്കുന്നതാ അല്ലേ? ഇത് കണ്ടോ, ഈ ചാക്കിൽ നോക്കിയേ, പച്ച മാങ്ങകൾ ചാക്കിൽ കൊണ്ടു വെച്ചേക്കുന്നുണ്ടോ. നമ്മുടെ മുതലമട നമ്മുടെ കേരളത്തിൻ്റെ മാംഗ്യ വില്ലേജ് ആണല്ലോ, അവിടെ നിന്ന് പറിച്ചുകൊണ്ടിരുന്ന മാങ്ങയാണ്. അത് പുഴുങ്ങുന്നതാണ്, പുഴുങ്ങി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇത് മീനങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അച്ചാറിടാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ കുറേ ചേച്ചിമാരാ ജോലി ചെയ്യുന്നതാണ് കേട്ടോ. മാങ്ങ പൂളി എടുക്കുവാണ്. ഇത് പഴമാണോ? പഴമുണ്ട്, പച്ചയുണ്ട് കേട്ടോ. ഇത് ഈ ഉപ്പ് എപ്പോഴാണ് മിക്സ് ചെയ്യുന്നത്? ആ തിളപ്പിക്കുമ്പോൾ തന്നെ ഉണങ്ങിയിട്ടാണോ? ഇല്ല, പഴുത്ത. ഇപ്പം ഉപ്പ് ചേർത്തിട്ടില്ല, ഒരു പുഴുങ്ങിയ മാങ്ങ അല്ലേ? നമ്മൾ പച്ച മാങ്ങ അല്ലേ, പഴുത്ത മാങ്ങ കഴിക്കണമല്ലേ, വേറെ ഒരു ടേസ്റ്റാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ 2 ദിവസം കൊണ്ട് ഉണക്ക് തരും. അതിനുശേഷം ഒരു പാക്ക് ചെയ്യും ചാക്കിലാക്കിയിട്ട്. ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ്. ഇതുണ്ടോ ഉപ്പ്, ഈ മൂടിയിട്ടേക്കുന്ന ഉപ്പാണ്, പൊടിയുപ്പ്. അപ്പോൾ ഉണങ്ങിയ ശേഷം മാങ്ങ അത് ഇങ്ങനെ ചാക്കുകളിലാക്കി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത്.
ഇവിടെ തടാകം ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാം ഈ കൃഷിയിടങ്ങളിലേക്ക്. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മാക്സിമം ഇവർ ഈ ബോർ തന്നെയാണ്. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നിറയെ കുളങ്ങളൊക്കെ കുത്തിയേക്കുന്നതാണ്. അങ്ങനെയുള്ള കുളങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. ഇത് തന്നെയാണ് ഇവർ ആശ്രയിക്കുന്നത്, കുഴൽക്കിണർ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ആ തടാകത്തിൻ്റെ അങ്ങേ കരയിൽ കുറേ ഗ്രാമങ്ങൾ കാണാം കേട്ടോ. അത് ബേരമ്പാടി എന്ന് പറയും. ബേരമ്പാടി എന്ന ഗ്രാമമാണ് അവിടെ. പിന്നെ തൊട്ടുമാറി ബീച്ചനഹള്ളി ഉണ്ട്. പിന്നെ ഗോപാലപുരം, ആ ഒരു സൈഡിൽ ഗോപാലപുരം. പിന്നെ കാണുന്ന മലയില്ലേ, ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടുത്തെ ഗുണ്ടൽപേട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗോപാലസ്വാമിയുടെ അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ബസ് പ്രത്യേകം സർവീസ് ഉണ്ട്. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെർമിഷനൊക്കെ വേണം നമുക്ക്. അപ്പോൾ അവിടെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൊക്കെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ആ ഒരു ഫിലിം ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഗുണ്ടൽപേട്ട് ബേസ് ചെയ്തായിരുന്നു ഷൂട്ട് ചെയ്തിട്ട്. അവിടെ നിരവധി സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമങ്ങളിലൊക്കെ. ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ ചോളപ്പാടങ്ങളാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ഇനി വിളവെടുക്കാനായിട്ട്, അതായത് പാകമാകാത്ത ചോളത്തൈകൾ നിൽക്കുന്ന കാണാം. വലിയൊരു ഏരിയയിൽ തന്നെ ഈ ലേക്ക് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. പ്രാചീന കാലത്ത് ഈജിപ്തിൽ പേപ്പർ നിർമ്മിച്ചുകൊണ്ടിരുന്നത് നൈൽ നദിക്കരയിൽ വളരുന്ന പാപ്പറസ് ചെടിയുടെ തണ്ട് വെച്ചിട്ടായിരുന്നു. അതിനോട് ഏറെ രൂപസാദൃശ്യം തോന്നുന്ന ഒരു തരം ചെടി, ഒരു തണ്ട് ഈ ഒരു തടാകക്കരയിലും ധാരാളം വളർന്നു നിൽക്കുന്നുണ്ട്. അതങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നതാണിത്. ഇതുണ്ടല്ലോ അതിൻ്റെ പച്ച തണ്ട് കണ്ടോ, നല്ല നീളമുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയ പൂക്കളും കാണാം കേട്ടോ. എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈ തടാകക്കരയിൽ നിൽക്കാനായിട്ട്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ടെങ്കിലും ആ ചൂടിൻ്റെ കാഠിന്യം അത്രയും അനുഭവപ്പെടുന്നില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കെ തോന്നും, പക്ഷേ നല്ല ചതുപ്പാണേ. കണ്ടോ, ചവിട്ടി കഴിഞ്ഞാൽ താന്നു പോകും. പിന്നെ ഇതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കൃഷിയിടങ്ങളിലേക്ക് ഈ തടാകത്തിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇടുക്കിയിലൊക്കെ മെയിനായിട്ട് ഇങ്ങനെ ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ കാണുന്ന രീതിയിലുള്ള പൂവ്, സൂര്യകാന്തി പൂവിനോട് സാദൃശ്യമുള്ള പൂവ്. പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു കാഴ്ചയാണേ. ഇവിടെ കണ്ടില്ലേ, വെളുത്തുള്ളി ഒരുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വെളുത്തുള്ളിയുടെ കൃഷിയുണ്ട് ഇവിടെ അല്ലേ. വെളുത്തുള്ളി ഇപ്പം നടാനായിട്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, കണ്ടോ, ഇതിങ്ങനെ ഓരോ അല്ലിയാക്കി എടുക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അല്ലിയാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതെങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും ഓരോ ഉള്ളികളും. അങ്ങനെയാണ് നടുന്നത് കേട്ടോ. അതിൻ്റെ പുറയിൽ പാടമാണ്, വെളുത്തുള്ളി പാടമാണ്. അപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെളുത്തുള്ളി ഒരുക്കി എടുക്കുന്നതാണ് ഇവിടെ ഇരുന്ന്. എന്താ മാറിയ ശരി 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 ശരി. ഓരോ അല്ലി വെച്ചിട്ട് നടുമ്പോൾ അതുപോലെ വരും കേട്ടോ. ആ കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയില്ല. എപ്പോൾ നടണം ഇത്? ഇനി 15 ദിവസം കഴിയണോ? അതെയോ? മുള വന്നോ അല്ലേ? ശരി ശരി ശരി. ഓക്കെ. അപ്പോൾ 15 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൽ മുള വരും, എന്നിട്ടാണ് നടുന്നത്. വെളുത്തുള്ളി ഇല്ല, ഇത് മലയാളത്തിലാണ് വെളുത്തുള്ളി. കന്നഡയിൽ എന്നാ പറഞ്ഞേ? വെള്ളുള്ളി. അത് പിന്നെ പൊടിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ നിന്ന് വെച്ചിട്ട് അത് പൊടിച്ചിട്ട് പിന്നെ 15 ദിവസത്തേക്ക് നടണം. അത് നട്ടിട്ട് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ആവും. അത് കൃഷി ആക്കുന്നു. ഒരേക്കറിൽ എത്ര വരും? ഒരേക്കറിൽ നമുക്ക് ഒരു 500 കിലോ പിടിക്കും. പിന്നെ 500 കിലോ പിടിച്ചാൽ 100 കിലോത്തേക്ക് ഒരു 800 കിലോ വരണം. നല്ല വന്നാൽ 800 ഒരു ടണ്ണ് ഒരു 100 കിലോക്ക്. പിന്നെ അത് മാറിയാൽ ഒരു 3 ടണ്ണ് മിനിമം 3 ടണ്ണ് എടുക്കണം. 3 ടണ്ണ് എടുക്കണം ആ ഒരു ഏക്കർ. കിലോ റേറ്റ് ഇപ്പോൾ ഇത് 300 ഉണ്ട്. 300 നമ്മ വിത എടുത്തത്. ഇനി നമ്മ അപ്പോൾ കൃഷി നോക്കിയിട്ട് പിന്നെ അവിടെ എന്താ വില ആണാലും നമ്മൾ തണ്ടാവണം. ഒരു 200-250 കടിച്ചാൽ നമുക്ക് നല്ലതാണ് കൃഷിയാണ്. വീണ്ടും കുറച്ച് തണലും അതുപോലെ ഈ സൂര്യകാന്തി പാടമൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ വെളുത്തുള്ളി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിളയുന്ന വെളുത്തുള്ളിയല്ല. അതായത് ഇവിടെ നടാൻ പോകുന്ന ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള വെളുത്തുള്ളിയാണ്. ഇവിടെ വിളയുന്ന വെളുത്തുള്ളി ഇവർ നടാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇവർ വിറ്റഴിക്കുന്നത് മേട്ടുപ്പാളയം മാർക്കറ്റിലാണ്. എവിടെ നോക്കിയാലും വിവിധ തരത്തിലുള്ള കൃഷികളൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. കണ്ടില്ലേ, സൂര്യകാന്തി പാടത്തിനോട് ചേർന്ന് ക്യാബേജ് നട്ടേക്കുന്ന കാണാം. സാധാ ക്യാബേജ് അല്ല, ഇത് പർപ്പിൾ കളറിൽ ഉള്ള ക്യാബേജാണ്.
ഏകദേശം പാകമായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഉൾഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഈ മൺപാത അങ്ങ് നീണ്ടു പോകുന്നുണ്ട് ആ മലയടിവാരം വരെ. അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ നടക്കണമായിരിക്കും അല്ലേ. വീണ്ടും കാള പൂട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങ് ദൂരെ. ഇവിടെ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഈ സീസൺ അനുസരിച്ച്. അങ്ങനെ ഒരു തുണ്ട് ഭൂമി പോലും വെറുതെ ഇട്ടിട്ടില്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ബീട്രൂട്ട് കൊണ്ടുവന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. ബീട്രൂട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടേക്കാളും വലിയ കാളകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ശരിക്കും കാളകൾ. നമ്മളാദ്യം കണ്ടത് കാളയല്ലേ, ഇതൊക്കെ വലിയ കൊമ്പുകളൊക്കെ ആയിട്ട്. ആ കാളക്കുട്ടന്മാർ നില ഉഴുതു മറിച്ച് വരുന്നത് കണ്ടോ. ഇവിടെ മഞ്ഞൾ നടാനാണേ ഈ നിലം ഇങ്ങനെ ഒരുക്കുന്നത്. ഇവരിങ്ങനെ പുല്ല് കഴിക്കാതിരിക്കാനായിട്ടല്ലേ ഇങ്ങനെ വായ മൂടിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാളക്കുറ്റന്മാരെന്നൊക്കെ പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടാണോ അങ്ങനെ നിൽക്കുന്നത്? എന്നെ കണ്ടുകൊണ്ടാണോ അങ്ങനെ അവർ നിൽക്കുന്നത്? ആ, ഞാൻ മാറിക്കോളാം. കണ്ടത് എങ്ങനെ ഉഴുത് മറിഞ്ഞ് പോകണമില്ലേ. മഞ്ഞൾ നടുന്നത് കാണിച്ചു തരാം കേട്ടോ. അധികം അവരുടെ അടുത്തേക്ക് ചിലപ്പോൾ കാള കുത്തിയിടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉഴുത് വെച്ചിട്ട് ഈ മഞ്ഞൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ട് പോവും. കണ്ടില്ലേ, വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്. ഇതിൻ്റെ മേളിലേക്ക് മണ്ണിട്ട് മൂടും അല്ലേ, അങ്ങനെയല്ലേ? ആ ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. മഞ്ഞളുണ്ട്, പിന്നെ ആ ഒരു ഭാഗത്ത് ഇഞ്ചിയുണ്ട്. ചേട്ടൻ്റെ പേരെന്നാ? സ്വാമി. ആ, ചേട്ടൻ നാട്ടിലായിരുന്നു കേട്ടോ, കേരളത്തിലായിരുന്നു. ബത്തേരിയിലായിരുന്നു. ആ, ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? 20 കൊല്ലമായി അല്ലേ. കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ആ, കാളകൾക്ക് പേരുണ്ടോ ഈ കാളകൾക്ക്? ഇട്ടിട്ടില്ല. ആ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്തോരം കാഴ്ചകളല്ലേ നമുക്ക് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ. ശരിക്കും എന്താ പറയുക, ആ ഒരു പഴയ കാലഘട്ടം മനസ്സിലേക്ക് വരും. അടുത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ? അതെ, സമയം 1:30 ആയിട്ടോ. വിശക്കുന്നുണ്ട്. പിന്നെ ഈ പൊരി വെയിലത്ത് നടന്ന് പെട്ടെന്ന് ടയേർഡാവണം. ഒരു കുപ്പി വെള്ളം മാത്രമേ കയ്യിലുള്ളൂ. അവിടെ ഒരു കട കാണാം, അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല കേട്ടോ. അതിനോട് ചേർന്നത് വീടുകളൊക്കെയാണുള്ളത്. ഇവിടെ കടകളൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം ഒരു ഗ്രാമത്തിലേക്ക് എത്തണം. അവിടെ ചെറിയ കടകളൊക്കെ ഉള്ളൂ. അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും കിട്ടില്ല. ഹോട്ടല് എങ്കില്ല, അവിടെ ഹോട്ടലൊന്നും ഇല്ല. കുറേ കൂടെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. മുന്നിൽ ഉണ്ടല്ലേ, മുന്നിലുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഒന്നും ഹോട്ടലുകളില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കിട്ടുമെന്ന് നോക്കാം. അവിടെ കിട്ടുന്ന എന്താണെന്നുണ്ടെങ്കിലും കഴിക്കും കേട്ടോ. ആ ഒരവസ്ഥയിലാണുള്ളത്. മലയാളി ഹോട്ടലാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഊണ്, ബിരിയാണി, നെയ്ച്ചോറ്, എന്തെങ്കിലും അവിടെ. വിശന്ന് കുടല് അരിഞ്ഞു തുടങ്ങി. ഇവിടെയൊക്കെ ഒത്തിരി മലയാളികളുണ്ട്. അയ്യോ, ഹോട്ടൽ അടച്ചേക്കുവാണോ? ഹോട്ടല് ഇല്ല ഇന്ന് എൻ്റെ അമ്മോ. ഓ, ഇനി ഗുണ്ടൽപേട്ടയിൽ പോകണം. ഈ ഹോട്ടലിന് തുറക്കാതെ? ആ, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പൂട്ടിയതല്ലേ. ചായയും കടി അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റൂലേ, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സ്നാക്സ് ഐറ്റംസൊക്കെ ഉള്ളൂ. വറപുരി അതൊക്കെ കഴിച്ചാൽ ശരിയാവില്ല. പിന്നെ ഈ ടിന്നിലിട്ട് വെച്ചേക്കുന്ന ക്രീം ബണ്ണ്, കേക്ക്. ഓ, ഇതൊരു നല്ല പെടലാണ് പെട്ടേക്കുന്നത്. എവിടെ? അതെയോ? അപ്പോൾ ഗുണ്ടൽപേട്ട് പോകണമെന്ന് അവിടുന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലേ ഹോട്ടലേ? എവിടെ ലൊക്കേഷൻ ഏതാ? അതെ അല്ലേ, ശരി. ഇവിടെ വരെ ഉള്ളോ? അവിടെ ഹോട്ടലുണ്ടെങ്കിൽ വഴിക്കൊന്ന് ഇറക്കാവോ? ആ, അതെ അല്ലേ, ഞാൻ കയറിക്കോട്ടെ. ആ, നടക്കാൻ വയ്യട്ടോ, അതാണ്. കുറേ ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട്. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ടേ. ആ, അടിപൊളി. നല്ല AC ക്യാബിൻ. ഇപ്പോഴാണ് ആശ്വാസമായത്. ഇവിടെ അവിടെ വരെയല്ലോ.
ഞാൻ ഈ ഗുണ്ടൽപേട്ട എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് ഒരു കോറി ഉണ്ട്. അതെല്ലേ, അവിടെ പോവല്ലേ. എവിടെ വീട് എവിടെ? ഞാൻ മുക്കോ. ആ, മുക്കത്താ അല്ലേ? നാട്ടിൽ നിന്ന് വരണാണോ? ആ, നല്ല ആശ്വാസം എ സിക്കത്ത് കയറിയപ്പോൾ. ഇവിടെ ഭക്ഷണം കിട്ടാനാ പാടാ. ഇവിടെ ഭക്ഷണം ഗ്യാസ് കിട്ടാത്ത എന്നോട് പറഞ്ഞു. പ്രശ്നമുണ്ട്. ഓക്കെ, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് കഴിക്കാം അല്ലേ? കിട്ടും, ഹോട്ടലുണ്ട്. ഉണ്ട്. ആ, ഇവിടെ ഗുണ്ടൽപേട്ട എത്തുന്നതിന് മുമ്പ് ഒരു മുബാറക് ഹോട്ടലുണ്ട്. ഉണ്ടല്ലേ. ഇവിടെ പേരെന്താ? എൻ്റെ പേര് റിയാസ്. റിയാസ്. ആ, ഡീസൽ അടിക്കാനായിട്ട് പോയേക്കുവാണേ. ഭാരത് ബെൻസിൻ്റെ ക്യാബിനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി സീറ്റൊക്കെ നോക്കി. ഇതിലും കയറി നാട്ടിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് ഈ കോറിയിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടുപോകണോ? അവിടെ കോറി കുറവായതുകൊണ്ടാണോ? കോറി കുറവായതുകൊണ്ടും പിന്നെ മെറ്റീരിയൽസ് പൊട്ടിച്ച് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ. ഇവിടുന്ന് ഒരു ടോള് കഴിഞ്ഞ 1 കിലോമീറ്റർ പോയാൽ ലെഫ്റ്റിലേക്ക് കോറിയിലേക്ക് പോകും, ഉള്ളിലേക്ക് പോകും. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുഡ് ഇവിടുന്ന് എന്ത് ഉണ്ടല്ലേ. ശരി ശരി, അപ്പം താങ്ക് യു കേട്ടോ. ശരി. ആ, ഓ, അങ്ങനെ ഇവിടെ വരെ എത്തി. ഏകദേശം ഒരു 2 കിലോമീറ്റർ. ഇവിടെ കഞ്ഞിയൊക്കെ ഉണ്ട്, കഞ്ഞി ചോറ് എന്നാളും വേണ്ടില്ല, കെട്ടണെടുത്ത് കഴിക്കാൻ പോവാണ്. ഓ, നമ്മുടെ മലയാളി ഹോട്ടലാണല്ലോ, KL 57. KL 57 എവിടെ ഏട്ടാ? കോഴിക്കോട്. കഴിക്കാനാ ഉള്ളത്? ആ, ചിക്കൻ ബിരിയാണിയോ? ആ, ചിക്കൻ ബിരിയാണി എടുത്തു. ഞാനിങ്ങനെ കുറേ നേരമായി ഒരു കട അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി തന്നെ. വിശന്നിരിക്കുമ്പം എന്ത് കിട്ടിയാലും വേണ്ടില്ല, ഒരു അവസ്ഥയായിപ്പോയി. എത്ര നാളായി ഇപ്പോൾ നടത്താൻ തുടങ്ങിയിട്ട്? 1 വർഷമായി അല്ലേ? കന്നേഗാല എന്നാണ് ആ ഹോട്ടലൊക്കെ ഉള്ള ഈ ഒരു ഗ്രാമം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വാഴയും അതുപോലെ തന്നെ ചോളമൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ സൂര്യകാന്തി പൂക്കളും അങ്ങനെ എല്ലാം തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഏതായാലും ചോളപ്പാടങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അവർ വിശ്രമിക്കുകയാണ്, വന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നെ വീട് തുടക്കത്തിൽ ഞാനൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സൂര്യകാന്തി പൂക്കൾ സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹീലിയോട്രോപ്പിസം എന്നൊരു സ്വഭാവം മൂലമാണ്. അതായത് സൂര്യകാന്തി ചെടികൾക്ക് വളരാനായിട്ട് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുകൊണ്ട് മാക്സിമം സൂര്യപ്രകാശം കിട്ടാനായിട്ടാണ് സൂര്യന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കിഴക്ക് ഭാഗത്തുനിന്ന് ആ ഒരു സൂര്യൻ്റെ മൂവ്മെൻറ്റ്സ് പോലെ ആ പൂക്കളും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്നത് വഴി പരാഗണം നല്ലപോലെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, സൂര്യകാന്തി ചെടിയിൽ നടക്കുന്ന ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം അല്ലേ, പ്രകൃതിയുടെ ഒരു അത്ഭുതം. കന്നഗാല ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വഴി നേരെ ചെന്നെത്തുന്നത് വീണ്ടും ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ അങ്ങ് മലയുടെയൊക്കെ താഴെയായിട്ട്, അതായത് ആ ഫോറസ്റ്റിൻ്റെ താഴെയായിട്ട് ഗ്രാമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഈ ഗ്രാമത്തിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ വലിയൊരു കൃഷിയിടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. നമ്മൾ മധൂർ ഗ്രാമത്തിൽ കണ്ടേക്കാളും കൂടുതൽ വീടുകൾ ഈ ഒരു ഗ്രാമത്തിലുണ്ട്. ഒരു കാർഷിക ഗ്രാമം എന്ന നിലയിൽ മധൂർ ഗ്രാമത്തിലേക്കാളും കുറച്ചുകൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പോപ്പുലേഷനും കൂടുതലാണ് ഇവിടെ. ഒരുപാട് വീടുകൾ കാണാം, ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ കർണാടകയിലെ ഉൾഗ്രാമങ്ങൾ കണ്ടില്ലേ, ഉൾഗ്രാമങ്ങളിലേക്ക് വരുന്ന റോഡ് നോക്കി, റോഡിൻ്റെ നിലവാരം അത്ര മെച്ചമൊന്നുമല്ല കേട്ടോ. നമ്മുടെ തമിഴ്നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെയാണ് പല സ്ഥലത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു ഷേപ്പ് നോക്കി, ഇവിടെ ചെറിയൊരു വേലിക്കെട്ടിൻ്റെ അകത്ത് കുറച്ച് വീടുകൾ കാണാം. ആ മതിലുണ്ടാക്കിയെന്ന് നോക്കി, ഇങ്ങനെ കല്ല് വെറുതെ പറക്കിക്കൂട്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഏകദേശം ഒരേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയുള്ള വീടുകളിൽ കൂടുതലും. ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ, ചെറിയ കടകൾ. അതെ അല്ലേ. ആ, സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോ? എല്ലാ സാധനങ്ങളും കിട്ടും അല്ലേ? ഉണ്ട്. അങ്ങനെ വീടുകളോട് ചേർന്നാണേ. പിന്നെ ഇത് നന്ദിനി മിൽക്ക് അല്ലേ ഏട്ടാ ഇത്? ആ, നമ്മുടെ കേരളത്തിൽ മിൽമ എങ്ങനെയാണോ അതുപോലെയാണ് കർണാടകയിൽ നന്ദിനി മിൽക്ക് അല്ലേ. അപ്പോൾ നന്ദിനി മിൽക്കിൻ്റെ ഒരു യൂണിറ്റ് കാണാം. ചേട്ടൻ നാട്ടിൽ എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നോ? ഇവിടെ ഇത് ചേട്ടൻ്റെ വീടാണോ? അതെ അല്ലേ, ചേട്ടൻ്റെ കടയാണതല്ലേ. ആ, ഇവിടെ ഈ എത്ര വീടുകളുണ്ട് മൊത്തം ഈ ഗ്രാമത്തിൽ? 350 വീടുകളുണ്ട് അല്ലേ. ആ, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ ആ, വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ട്. ആ, കർണാടകയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിൽ കാണുന്ന പോലെയുള്ള വീടുകളൊക്കെ ആയിട്ട് ഏകദേശം രൂപസാദൃശ്യമൊക്കെ തോന്നുമെങ്കിലും വ്യത്യാസമുണ്ട് നിർമ്മാണ രീതി. ഓരോ സ്റ്റേറ്റ് മാറുമ്പോഴത്തേനും ആർക്കിടെക്ചർ മാറുമല്ലോ, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു ബാങ്കൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിൽ. കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ കാണുന്നത്. ബാങ്കിൽ കറണ്ടൊന്നും ഇല്ലേ, ജനറേറ്ററാണല്ലോ പ്രവർത്തിക്കുന്നത്.
ബാങ്ക് മാത്രമല്ല, ഇത് ഇവിടെ ചെറിയൊരു സ്കൂൾ നമുക്ക് കാണാം. ഇവിടെ ഞാൻ കാണുന്നവരെല്ലാവരുമേ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു തെറ്റിദ്ധാരണ മലയാളികളാണോ എന്ന്. പക്ഷേ ചേട്ടനൊക്കെ നന്നായിട്ടാണ് മലയാളം പറഞ്ഞത്. ചേട്ടൻ ശരിക്കും മലയാളിയല്ല, ഇവിടെ ഉള്ളത് തന്നെയാണല്ലേ? എൻ്റെ വീട് തൊടുപുഴ എന്ന് പറയും, കേരളത്തിൽ അറിയോ? തൊടുപുഴ, ഇടുക്കി ജില്ല. ഇടുക്കി മലപ്പുറം അല്ല, എറണാകുളം അറിയാമായിരിക്കുമല്ലോ. എറണാകുളത്തൊരു 10-60 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ്. അല്ല, മലപ്പുറം അല്ല. ഇത് ചേട്ടൻ്റെ തോട്ടമാണോ ഈ ചോളം? ഓക്കെ. അപ്പോൾ പുല്ല് വെട്ടി പശുവിന് കൊടുക്കാനായിട്ടല്ലേ? അപ്പോൾ കോട്ടെ. ശരി. അപ്പോൾ അതെ, നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ വലിയ ആട്ടുംപറ്റങ്ങൾ, ചെമ്മരിയാടും കൂട്ടങ്ങളൊക്കെ അതെ നടന്നു പോകണു മേച്ചിലൊക്കെ കഴിഞ്ഞിട്ട്. ഇവിടെയുള്ള കുറേ പേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കുമേ. ഇതൊരു അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് കൃഷി ചെയ്യുന്നവർ. പച്ചക്കറി കൃഷി, പിന്നെ ഈ പൂക്കളുടെ മെയിനായിട്ടും അതാണ്, ജമന്തി പൂക്കളുടെ കൃഷി, പിന്നെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് മലയാളികളൊക്കെ ഈ ഗുണ്ടൽപേട്ട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടെന്ന് ഞാനതിനെ കേട്ടിട്ടുണ്ട്. ഗുണ്ടൽപേട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ KSRTC ബസ്സുകളും കർണാടക RTCയുടെ ബസ്സുകളൊക്കെ ഇവിടെ ഈ കന്നകാല സ്റ്റോപ്പിൽ നിർത്തും. അപ്പോൾ നേരെ സുൽത്താൻ ബത്തേരി ചെല്ലണം. ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ദൂരമുണ്ട്. 4 മണിയായി, 6 മണിയോട് കൂടി ചെല്ലണം. അപ്പോൾ അവിടെ നിന്നാണ് നാട്ടിലേക്ക് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർണാടക യാത്ര തുടർന്നുകൊണ്ടിരിക്കും. തൽക്കാലം ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.